നമസ്കാരം. പാകിസ്ഥാൻ കള്ളക്കടത്തുകാരൻ കൊല്ലപ്പെട്ടു. പഞ്ചാബ് അതിർത്തിയിൽ പാക് മയക്കുമരുന്ന് മാഫിയയുടെ വൻ നുഴഞ്ഞുകയറ്റ ശ്രമം അതിർത്തി രക്ഷാസേന ചോരയിൽ മുക്കി. കോടിക്കണക്കിന് രൂപയുടെ ഹെറോയിൻ ഇന്ത്യൻ മണ്ണിലേക്ക് കടത്താൻ ശ്രമിച്ച പാകിസ്ഥാനി കള്ളക്കടത്തുകാരനെ BSF സൈനികർ വെടിവെച്ചു കൊന്നു. ഖേംഖരൻ അതിർത്തി മേഖലയിലെ അതീവ സുരക്ഷാ മേഖലയിലായിരുന്നു പാതിരാത്രിയിൽ നാടകീയമായ ഈ ഏറ്റുമുട്ടൽ നടന്നത്. BSFന്റെ 142ാം ബറ്റാലിയനിലെ ജാഗ്രതയുള്ള സൈനികരാണ് ശത്രുവിന്റെ നീക്കം തകർത്തത്. ബോർഡർ പോസ്റ്റ് കാലിയയ്ക്കും നൂർവാലയ്ക്കുമിടയിലുള്ള വിജനമായ പ്രദേശത്ത് മുള്ളുവേലിക്ക് സമീപം സംശയാസ്പദമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ടതോടെ സൈന്യം ഉണർന്നു. ഇരുട്ടിന്റെ മറവിൽ അതിർത്തി ലംഘിച്ച് മുന്നേറിയ കള്ളക്കടത്തുകാരോട് കീഴടങ്ങാൻ സൈന്യം ആജ്ഞാപിച്ചു. എന്നാൽ മുന്നറിയിപ്പുകൾ കാറ്റിൽ പറത്തി മുന്നോട്ട് നീങ്ങിയതോടെ സൈനികർക്ക് നിറയൊഴിക്കേണ്ടി വന്നു. വെടിയേറ്റ നുഴഞ്ഞുകയറ്റക്കാരൻ സംഭവ സ്ഥലത്ത് തന്നെ വീണു മരിച്ചു. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് സംഘാംഗങ്ങൾ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ ഭയന്ന് പാക് അതിർത്തികൾക്കുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അതിർത്തിയിൽ ലഹരിമരുന്ന് കടത്താൻ പാകിസ്ഥാൻ പുതിയ തന്ത്രങ്ങളാണ് പയറ്റുന്നത്. അടുത്ത കാലത്തായി അതിർത്തിയിൽ പാക് ഡ്രോണുകളുടെ സാന്നിധ്യം ഭയാനകമാം വിധം വർദ്ധിച്ചിട്ടുണ്ട്. മയക്കുമരുന്നും മാരകായുധങ്ങളും ഇന്ത്യൻ മണ്ണിലേക്ക് ഡ്രോണുകൾ വഴി നിക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ പതിവാണെങ്കിലും BSFന്റെ ആധുനിക ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ പലതും പരാജയപ്പെടുത്തുന്നുമുണ്ട്. വിളവെടുപ്പ് കാലത്തിന് തൊട്ടുമുമ്പ് പാടങ്ങളിലെ ഗോതമ്പ് ചെടികൾ ഉയരത്തിൽ വളർന്നു നിൽക്കുന്നത് കള്ളക്കടത്തുകാർക്ക് മറഞ്ഞിരിക്കാൻ വലിയ സൗകര്യമൊരുക്കുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് പരമാവധി ഹെറോയിൻ ഇന്ത്യയിലേക്ക് തള്ളാനാണ് പാക് ഏജൻസികൾ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ യുവാക്കളെ ലഹരിക്ക് അടിമയാക്കാനും ആ പണം ഉപയോഗിച്ച് ഭീകരപ്രവർത്തനം നടത്താനുമുള്ള നാർക്കോ ടെററിസം പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. സംഭവത്തിന് പിന്നാലെ BSFും പഞ്ചാബ് പോലീസും സംയുക്തമായി അതിർത്തിയിൽ വൻ തിരച്ചിൽ ആരംഭിച്ചു. കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം വാൾട്ടോഹ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി പാട്ടി സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികളും കള്ളക്കടത്തുകാരും അതിർത്തി കടക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യൻ സൈനികരുടെ ഉരുക്കുമുഷ്ടിക്ക് മുൻപിൽ അവരുടെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുകയാണ്. അതിർത്തിയിൽ ഇപ്പോൾ കനത്ത ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.